സീറ്റ് തർക്കത്തിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് ചിറ്റാർ ഡിവിഷനിലെ യുഡിഎഫിൽ ഭിന്നത. കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ലീഗ് അംഗീകരിച്ചില്ല. ലീഗ് ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, എന്താണ് പത്തനംതിട്ടയിലെ തർക്കം? സ്മൃതി, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ചിറ്റാർ ഡിവിഷനിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലൊരു തർക്കം ഉണ്ടായിരിക്കുന്നത്. അവിടെ കോൺഗ്രസ് ഒരു പിടിവാശി പിടിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ ചിറ്റാർ ഡിവിഷനിൽ മത്സരിപ്പിക്കണം. പക്ഷേ അതിന് മുസ്ലിം ലീഗ് ഇതുവരെ തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നിതിൻ കിഷോറിനെ അവിടെ മത്സരിപ്പിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ഒരു തീരുമാനമായി വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ തിരുവല്ലയിൽ മുസ്ലിം ലീഗിന്റെ ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഈ യോഗം തീരുമ്പോൾ ഈ നിതിൻ കിഷോറിനെ തന്നെ അവിടെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച നടത്തുന്നില്ല. അവർ പറയുന്നത് നിതിൻ കിഷോർ മത്സരിക്കുന്നതിൽ തങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ കൈപ്പത്തി ചിഹ്നം എന്ന ഒരൊറ്റ കാര്യത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം പിടിവാശി പിടിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗും ഇക്കാര്യത്തിൽ പിന്നോട്ടില്ല. തിരുവല്ലയിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. മിക്കവാറും ഈ നിതിനെ തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ യുഡിഎഫിൽ ഒരു ഭിന്നത അവിടെ രൂപപ്പെടും. കോൺഗ്രസിന്റെ അഭിപ്രായങ്ങൾക്ക്, അവരുടെ നിർദ്ദേശത്തിന് വില കൊടുക്കാതെ മുസ്ലിം ലീഗ് സ്വന്തം നിലയിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയെ തന്നെ അവിടെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്.